ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപക്ഷെ പെരുവഴിയിലായി പോയേക്കാം. വഖഫ് ഒരുപക്ഷെ നമ്മെ തള്ളിവിടുന്നത് അങ്ങോട്ടായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഗ്രാമങ്ങൾ ഒന്നടങ്കം അത് വഖഫ് മുതലാണ് എന്ന് അവരവകാശപ്പെടുകയാണ്. വേണ്ട രീതിയിൽ വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ വഖഫും വഖഫ് ബോർഡും സാധാരണക്കാരെ മുസ്ലിങ്ങളിൽ പരിചിതമായ വാക്കല്ല. മുസ്ലിങ്ങളിലെ തന്നെ ഒരു സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇന്റലക്ച്വലി കുറെ ഉയർന്ന ആളുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റീസ് സേവ നിൽക്കുന്ന മുസ്ലിങ്ങൾക്കൊക്കെ ഈ വഖഫ് വളരെ പരിചിതമാണ്. ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ ഗോവിന്ദ്പൂരിലാണ് ഈ സംഭവം നടന്നത്. 30 ദിവസത്തിനകം ഗ്രാമം ഒഴിഞ്ഞു പോകണം എന്ന് അവർ അന്ത്യശാസനം കൊടുത്തു. വഖഫ് ബോർഡാണ് അന്ത്യശാസനം കൊടുത്തത്. സമാനമായൊരു സംഭവം നമ്മുടെ അയൽവക്കത്ത് തമിഴ്നാട്ടിൽ സംഭവിച്ചു. ഒരാഴ്ചയ്ക്ക് മുമ്പ് തിരുച്ചിറപ്പള്ളിയിലെ തിരുച്ചൻതുറൈ എന്ന് പറഞ്ഞ ഗ്രാമം, ആ ഗ്രാമം മുഴുവൻ വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് മനസ്സിലാവുന്നത് സാറ് പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിലാണ്. രാജഗോപാൽ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ, അദ്ദേഹത്തിന്റെ പിതൃ സ്വത്തായിട്ട് കിട്ടിയ 1.2 ഏക്കർ ഭൂമി മകളുടെ വിവാഹ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്ന രജിസ്ട്രേഷനും പരിപാടിയൊക്കെ ആയിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തെ തകർക്കുന്ന മറുപടി കിട്ടുന്നത്. ഈ ഭൂമി വിൽക്കാൻ കഴിയില്ല, താങ്കളുടേതല്ല, നിങ്ങളുടേതല്ല, ഇതിൻ്റെ ഉടമകൾ വഖഫ് ബോർഡാണ്, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ വിൽക്കാൻ കഴിയും, നിങ്ങൾ പോയി അവരെ ഒന്ന് പെർമിഷൻ വാങ്ങി വരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. കാരണം മകളുടെ വിവാഹമാണ്, അച്ഛനപ്പന്മാരിൽ നിന്ന് കിട്ടിയ സമ്പത്താണ്. അത് ഇദ്ദേഹത്തിന് വഖഫ് എന്ന വാക്കുപോലും അദ്ദേഹത്തിന് അറിയില്ല, എന്താണ് ഈ സാധനം എന്ന് അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിച്ചിട്ട് പെട്ടെന്ന് മറ്റൊരിക്കുക. ഈ വഖഫ് എന്ന് പറയുന്നത് സ്വമേധയാ മുസ്ലിങ്ങൾ സമൂഹ നന്മയ്ക്കായി കൊടുക്കുന്ന ദാനത്തെയാണ് വഖഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി വാക്കാണ്, അത് വേണ്ടതുമാണ്. പക്ഷെ ഈ ദാനം കൊടുക്കുക എന്ന് പറയുന്നത് സ്വമേധയാണ്. മാത്രമല്ല, ഈ ദാനം കൊടുക്കുന്ന വ്യക്തി കൊടുക്കുന്ന സമയത്ത് 3 കണ്ടീഷൻ ഈ ദാനം കൊടുക്കുന്ന വ്യക്തി കൊടുക്കണം. ഒന്ന്, ഈ വഖഫായി നൽകുന്ന ഭൂമി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവകൾ അത് 3 ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന്, ആശുപത്രികളുടെ നിർമ്മാണം, പരിപാലനം. മറ്റൊന്ന്, അനാഥാലയങ്ങളുടെ നിർമ്മാണം, അതിൻ്റെ പരിപാലനം. 3 എന്ന് പറയുന്നത് പിന്നെ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസം നൽകാനായിട്ട്, മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവസാനം ഉപയോഗിക്കുന്നുണ്ട്, അല്ല ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടി. ഇങ്ങനെ 3 കാര്യങ്ങൾക്കാണ് ഈ ഇതിലെ വരുമാനം ഉപയോഗിക്കാൻ പാടുന്ന കണ്ടീഷനുണ്ട്. അത് വളരെ കരണീയമായ 3. തീർച്ചയായിട്ടും. അതായത് ആ സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള സങ്കല്പത്തിലുണ്ടായ ഒരു സാധനമാണ്. ലക്ഷ്യം വളരെ നല്ലതാണ്, വളരെ സുതാര്യമാണ്. അത് ഈ വഖഫ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും വഖഫ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമുള്ള സംവിധാനമല്ല. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഈ കണ്ടീഷൻസ് വെച്ച് വാങ്ങുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഭൂമി, അതുപോലെ വഖഫ് കൊടുക്കുന്ന മനുഷ്യനെ വക്കിഫ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ദാനം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വക്കിഫ എന്ന് അറിയപ്പെടുകയാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, നോൺ മുസ്ലിംസിനും ദാനം ചെയ്യാം ഈ വഖഫിലേക്ക്. അത് പിന്നെ മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. ഇതാണ് വഖഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. വഖഫ് ബോർഡിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കിട്ടുന്ന ഈ സമ്പത്ത്, വസ്തുവകൾ, അത് പരിപാലിച്ച് നടത്തേണ്ട ചുമതലയുള്ള നിയമപരമായ ഒരു സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. നിയമപരമായ സംവിധാനമാണ് ഇത്. 1954 വഖഫ് ബില്ലിൽ കൂടി പിന്നീട് വഖഫ് ആക്ട് ആവുകയും നിയമമാവുകയും ചെയ്ത ഒരു സംവിധാനമാണ്. ജവഹർലാൽ നെഹ്റു ആണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി. ബോർഡുകൾ നിലവിൽ വരുന്നു 1947. ഇതൊരു ചരിത്രമാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടൊപ്പം തന്നെ വിഭജനം ഉണ്ടായി. പാകിസ്ഥാൻ രൂപ എടുക്കുന്നപ്പോഴാണല്ലോ. അപ്പം അന്ന് ജനങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തു, അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം, പാകിസ്ഥാനിൽ പോകുന്നവർക്ക് അങ്ങോട്ട് പോവാം, പാകിസ്ഥാനിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാം എന്നൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു. അങ്ങനെ കുറേ പേര് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് കുറേ ആൾ ഇങ്ങോട്ട് പോകും. ഭാരതം ഉപേക്ഷിച്ച് പാകിസ്ഥാൻ തിരഞ്ഞെടുത്ത മുസ്ലിങ്ങളായ ആളുകളുടെ വസ്തുവകകൾ അന്ന് ഭാരതത്തിലുണ്ടായിരുന്നു.
വലിയ അളവിൽ. അതെന്ത് ചെയ്യും എന്നൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. ഈ വഖഫ് നിയമം വന്നപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തത് ഈ ഭൂമിയെല്ലാം വഖഫ് ബോർഡിന് കൊടുത്തു. അതായത് മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ സമ്പത്ത് മുഴുവൻ വഖഫ് ബോർഡിന് കൊടുത്തു. അതായത് സംസ്ഥാനത്ത് ബന്ധപ്പെട്ട വഖഫ് കൊടുത്തു. എന്നാൽ പാകിസ്ഥാനിൽ എന്താ ചെയ്യുന്നറിയോ? ഹിന്ദുക്കൾ ഉപേക്ഷിച്ച ഭൂമി പാകിസ്ഥാൻ സർക്കാർ ഏറ്റെടുത്തു. അവിടെ ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കൾ കൊടുത്തില്ല. നീ അവിടെ ഒരു ട്രസ്റ്റ് കെട്ടിക്കുമെന്ന് പറഞ്ഞൊന്നും കൊടുത്തില്ല. കാഴ്ചപ്പാടിന്റെ വിഷയങ്ങൾ അല്ലെ, അത് സാന്ദർഭയോടെ പറഞ്ഞു പോകണമല്ലോ. അങ്ങനെ സംഭവിച്ചു. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സെൻട്രൽ വഖഫ് ബോർഡ് ഉണ്ട്. അവിടെയാണ് ഇതിന്റെ ഒരു മൊത്തത്തിലൊരു ഓർഗനൈസേഷൻ. അതുകൂടാതെ 32 വഖഫ് ബോർഡുകളുണ്ട്. കേരളത്തിലടക്കം 32 വഖഫ് ബോർഡുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ വഖഫ് ബോർഡുകളാണ് അവരുടെ വസ്തുവകകൾ പരിപാലിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം എടുക്കുകയും അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഇവരാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലാതെ ചെലവഴിച്ച ചില വിഷയങ്ങളായിട്ടുണ്ട്. ഇസ്ലാം മത വിശ്വാസികളുടെ തന്നെ ഭൂമികൾ ഭൂമി ഇങ്ങനെ മാറ്റി ചെലവഴിച്ച. അതായത് ആ ഭൂമി എന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 2 ഏക്കർ ഉണ്ടെങ്കിലേ അത് വാടകയ്ക്ക് കൊടുക്കുക. ആ ഭൂമി ഏതെങ്കിലും പർപ്പസിന് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ വരുമാനം വരും. പക്ഷേ ഈ വരുമാനം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു പരാതി ആ സമൂഹത്തിൻ്റെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് കൈയാളുന്ന ആളുകളുണ്ടല്ലോ, ഈ വഖഫ് ബോർഡിന്റെ പ്രതികളായിരിക്കുന്ന നിയന്ത്രണത്തിരിക്കുന്ന ആളുകൾ, ഇവരിതിനെ ദുരുപയോഗം ചെയ്യുന്നു. ഇതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. സർക്കാരൊക്കെ ചെയ്യുന്ന പോലെ വഴിമാറ്റി ചെലവഴിക്കലാണ്. ഇനി ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഹിന്ദുക്കളെ മാത്രമല്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ജയ്പൂരിൽ ഒരു സംഭവം നടന്നു ഈ വഖഫുമായി ബന്ധപ്പെട്ട്. അവിടെ ഒരു ഹവേലി മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. 70 അംഗങ്ങളുള്ള ഹവേലി. വഖഫിൽ ഉദ്യോഗസ്ഥന്മാർ ചെന്നിട്ട് ഇവരെ അടിച്ചിറക്കുകയാണ്. നമ്മളിപ്പോൾ വെക്കേറ്റ് പൊക്കോണം, ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ വഖഫ് കേവലം ഹിന്ദുക്കൾക്കും മറ്റു മതക്കാർക്കും മാത്രമല്ല, ഒരിക്കലും അല്ല. അങ്ങനെ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇതിനെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആര് ചെയ്ത പോലെ നമ്മളെ KC വേണുഗോപാൽ ലോക്സഭയിൽ ചെയ്ത പോലെ. ലോക്സഭയിൽ ഇയാൾ കാണിച്ചത് വലിയൊരു വിഭാഗീയത ഉണ്ടാക്കുന്ന ശ്രമമായിരുന്നു. വലിയ വിഭാഗീയ ശ്രമം. അത് വേണ്ട രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ പുതിയ വഖഫ് ബിൽ അവതരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ ദേവസ്വങ്ങൾ മുസ്ലിങ്ങളെ വയ്ക്കുമോ എന്നാണ് ചോദിച്ചത്. എന്തുമാത്രം തെറ്റിദ്ധാരണജനകമായ ഒരു സെന്റൻസ് ആണ്. തീർച്ചയായിട്ടും. കാര്യം ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ ആചാരമായിട്ടോ അത് വഖഫ് എന്താണെന്നും ഗുരുവായൂർ ദേവസ്വം എന്താണെന്നും അറിയുന്ന ആള് തന്നെ ഈ കുത്തിത്തിരിപ്പ് നടത്തിയെന്നുള്ളതാണ്. അല്ല, അതാണല്ലോ കോൺഗ്രസിന്റെ പാരമ്പര്യം. അതിനെ പിന്താക്കിക്കൊണ്ട് ബഹുമാന്യനായ പ്രേമേന്ദ്രൻ വരികയും ചെയ്തു. അതെ. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. എങ്ങനെയാണ് ഈ വഖഫ് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് വഖഫിന്റെ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വഖഫ് വളരെ വിദഗ്ധമായിട്ട് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മാത്രമല്ല മതപരമായ വിദ്വേഷവും വിഭജനത്തിന് വേണ്ടി ഒരു ഇതിനെ കരുവാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കരുവാക്കിയിട്ടുണ്ട്. ഈ 1955 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾ നിലവിൽ വരുന്നത്. അപ്പോൾ വഖഫ് ബോർഡിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ആരുടെയും ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ല എന്നാണ്. അതിന്റെ ഒരു വ്യവസ്ഥ എങ്ങനെയാണ്? ആരുടെയും ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ ദാനമായി കിട്ടിയ വഖഫ് വസ്തുക്കൾ ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല. ആരുടെയും പേര് ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല. ഇത് വളരെ വ്യക്തമായ റൂളാണ്. അപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത്, ഇപ്പൊ തിരുച്ചെന്തുറയുടെ ഉദാഹരണം പറയാം. തിരുച്ചെന്തുറയിൽ 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാജഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന്റെ 3 തലമുറയ്ക്ക് മുമ്പ് എന്തോ ഉള്ള ഭൂമിയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൈവശം വന്ന് നേർന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് വഖഫ് ആവുന്നത്? അപ്പൊ അവിടെ ജില്ലാ കളക്ടർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് 1995 ശേഷമാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ഈ പറഞ്ഞ ഗ്രാമത്തിൽ, തിരുച്ചെന്തുറ എന്ന ഗ്രാമത്തിലെ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് ഭൂമിയായി മാറിയതെന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. മാത്രമല്ല, വഖഫ് ബോർഡ് ഒരു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന് തെളിവ് ഹാജരാക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണ് വഖഫ് പ്രോപ്പർട്ടി ആയത് എന്നുള്ള തെളിവ് അവർ സൂക്ഷിക്കണം. അതോ മറിച്ച് എൻ്റെ ഭൂമിയാണ് വഖഫ് ബോർഡ് അവരുടേതാണെന്ന് പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണോ? അല്ല, അവിടെ ഒരു വിഷയമുണ്ട്. കാരണം അതാണ് വഖഫിന്റെ അധികാരം എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു ഇസ്ലാം രാഷ്ട്രങ്ങൾക്കും ഇല്ലാത്ത അധികാരമാണ് ഇന്ത്യയിലെ വഖഫിന് ജവഹർലാൽ നെഹ്റു കൊടുത്തത്. അതായത് അവർ എന്ത് രേഖ എടുത്ത് 2500 വർഷം അല്ലെങ്കിൽ 1500 വർഷം പഴക്കമുള്ള ഒരു ഭൂമി എന്ത് രേഖ എടുത്തിട്ട് അവർ പറയുന്നതാണ്? അവർ രേഖ നഷ്ടപ്പെട്ടു എന്ന് വഖഫ് പറയണ. രേഖ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനുള്ള അവകാശം, അതായത് രേഖകളൊന്നും വേണ്ട എന്നർത്ഥം. കാരണം നിയമമായ പരീക്ഷത്തിന് വഖഫിനാണ്, വ്യക്തിക്കല്ല. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് 3 തരത്തിലാണ് ഒരു ഭൂമി വഖഫാണ് എന്ന് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഇസ്ലാമികമായി പവിത്രമായ ഭൂമി.
എന്ന് വഖഫ് കണ്ടെത്തുകയാണ്, അത് വഖഫാവും. അതെ. ഇത് മതപരമായ ഭൂമിയാണ് എന്ന് കണ്ടെത്തിയാൽ വഖഫിന്റെ ആവും. ഇല്ലെങ്കിൽ ഇത് പരോപകാരത്തിനുള്ള ഭൂമിയാണ്, എന്ന് വെച്ചാൽ ഈ ചാരിറ്റബിളിന് വേണ്ടിയുള്ള ഭൂമിയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാൽ ഇവർ ഭൂമി എന്ത് ചെയ്യും, വഖഫിന്റെ ആയിട്ട് ഇവർ പ്രഖ്യാപിക്കും. പക്ഷേ ഈ വഖഫിൻ്റെതാണെന്ന് മതപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ദാനം മുൻനിർത്തിയുള്ള വിഷയങ്ങളാൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെ കണ്ടെത്തും? തെളിവുണ്ടേ, ഭൂമിയല്ലേ? അല്ല, അത് തന്നെയാണ്, അതാണ് പറഞ്ഞു തന്നത്. അതിന്റെ തെളിവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പ്രദേശത്ത് പോയിട്ട് 2 ഏക്കർ ഭൂമി, ഈ 2 ഏക്കർ ഭൂമി ഇത് ഈ പറഞ്ഞ മതപരമായി ബന്ധപ്പെട്ടൊരു ഭൂമിയാണ്, ഇത് വഖഫിന്റെ ആണ് എന്ന് വഖഫ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിലേക്ക് ആ ഭൂമി അങ്ങ് അവർ എഴുതി വെക്കുകയാണ്. ഇന്നടത്തുള്ള ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഭൂമി എന്ന് പറയുന്നത് വഖഫിന്റെ ആണ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതെ. എവിടെ ചോദ്യം ചെയ്യാം? ചോദ്യം ചെയ്യാൻ വഖഫ് ട്രിബ്യൂണലുണ്ട്, അവിടെ ചോദ്യം ചെയ്യാം, വഖഫ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം. പക്ഷേ വഖഫിന്റെ കേസെല്ലാം വഖഫ് ട്രിബ്യൂണലിൽ ആർക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ? വഖഫിനായിട്ട് വരുള്ളൂ. കാര്യം അവിടെയും ട്രിബ്യൂണലിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിം ജനാധിപത്യപ്പെട്ട ആളുകളാണ്. പിന്നെ ട്രിബ്യൂണലിൽ തോറ്റു കഴിഞ്ഞാൽ സിവിൽ കോടതികളിലോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോ ഒരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പോൾ സാറിന്റെ ഭൂമി സാറ് വിൽക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ട്രിബ്യൂണലിൽ പോയി വരെ ഇത് ഇങ്ങനെയാണ്, ഇത് എന്റേതാണ്, എൻ്റെ അച്ഛനപ്പം തന്നാണെന്നൊക്കെ പറഞ്ഞാലൊന്നും അവർ അംഗീകരിക്കില്ല. അവരിന്ന് കൂടിയിട്ട് പറയും ഇത് ഇന്നതാണ്, നമ്മുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലോ സാറിന് കേസ് കൊടുക്കാൻ പറ്റില്ല. അത് പറ്റില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നിയമവിദഗ്ധർ അവർ ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഹൈക്കോടതിയിൽ വളരെ കൃത്യമായി തന്നെ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, ചോദ്യം ചെയ്യാൻ. അല്ല, അതുണ്ട്, ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലുണ്ട്. പക്ഷെ നമുക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് എത്തില്ല. അതാ നമ്മുടെ നാട്ടില് ഒരു എന്താണ് തർക്കം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിവിൽ കേസ് തർക്കം വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതികളാണ് ഇടപെടുക. ആദ്യം റവന്യൂ വകുപ്പിലായിരിക്കും അത് പോവുക. അതായത് വില്ലേജ് ഓഫീസാണ് ഏറ്റവും കീഴ് ഘടകം എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസിലെ ഈ തർക്കം, അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, പിന്നെ താലൂക്ക്, ഇങ്ങനെയാണല്ലോ എൻ്റെ ക്രമം. ഇവിടെ അങ്ങ് നിൽക്കാവുമ്പോഴാണ് സിവിൽ കോടതികളിലേക്ക് പോകുന്നത്, മജിസ്ട്രേറ്റ് കോടതികളിൽ അല്ലെങ്കിൽ ജില്ലാ കോടതികളിൽ. ഈ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. വഖഫ് പരമാധികാരിയാണ്. വഖഫിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ട്രിബ്യൂണലിലേ കഴിയൂ. ട്രിബ്യൂണൽ പറയാണ് ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളൊരു ചാൻസ് നിങ്ങൾ ഹൈക്കോടതിയിൽ പോകാന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി പോകണം. അങ്ങനെ കുറെ കേസുകളും പെൻഡിങ്ങുകളും അവിടെ നടക്കുന്നുണ്ട്. അത് വേറൊരു വശം. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇതിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതായത് പിന്നെ നമുക്ക് സിവിൽ കോടതികളിൽ പോയി ചോദ്യം ചെയ്യാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് എല്ലാ കേസുകളിലും വിജയിക്കുന്നവരാ, വഖഫ് ബോർഡ് വിജയിക്കും. ഇതാണ് സാധാരണഗതിയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വഖഫ് ഭൂമിയുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ മാനേജ്മെന്റ്, മെയിൻ്റനൻസ്, ഇതെല്ലാം ചെയ്യുന്നത് വഖഫ് ബോർഡാണ്. ഈ ഒരു ഭൂമി വഖഫിനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതൊന്ന് പരിശോധിക്കുന്ന വഖഫിന്റെ സർവേയറാണ്. വഖഫിന് സ്വന്തമായിട്ട് സർവേയർ ആൾക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. സർവേയർ വന്ന് പറയാണ് ഇത് വഖഫിന്റെ ആണെന്ന്, ഞാൻ വഖഫിന്റെ ആയി, പിന്നെ വേറെ തർക്കമൊന്നുമില്ല. പുതിയ മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ ഇതിൽ കളക്ടർക്ക് എന്താ കാര്യം? ജില്ലാ ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയില്ല. എന്നാൽ ഒരു ഹിന്ദു ട്രസ്റ്റോ ഹിന്ദുവിന്റെ മഠമോ ആണ് എങ്കിൽ അതിൽ ജില്ലാ ഭരണകൂടം നിരന്തരം ഇടപെടും. അവരുടെ കണക്കടക്കം ഓഡിറ്റിങ്ങിനടക്കം ജില്ലാ ഭരണകൂടത്തിന് ഇടപെടാം. പക്ഷെ ഇതിൽ ജില്ലാ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ തിരുച്ചെന്തൂർ ഗ്രാമമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കളക്ടറടുത്ത് വരാതെ കളക്ടർ നിസ്സഹായനാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. കാര്യം നിയമം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല 1995 നരസിംഹറാവു പ്രധാന സമയത്ത് ഇതിൽ ഭേദഗതി വരുത്തി. അതായത് 1954 നിയമത്തിൽ ഭേദഗതി വരുത്തി വഖഫിന് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തു. നോക്കിയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീണനത്തിന്റെ ഒരു ഭാഗം. കോൺഗ്രസ് പ്രീണനത്തിന്റെ കോൺഗ്രസിന്റെ പ്രീണനത്തിന്റെ ഭാഗമാണ്. അതിൽ 1995 സെക്ഷൻ 3R എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് പ്രകാരം ഇസ്ലാമികമായി പവിത്രമെന്നോ മതപരമെന്നോ കണ്ടെത്തുന്ന ഭൂമി വഖഫിന്റെ ഭാഗമായിട്ട് മാറും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഈ ഭൂമി ആരുടെയാണെന്ന് തീരുമാനിക്കുന്ന ആർട്ടിക്കിൾ 40 പ്രകാരം വഖഫാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ പിന്നെ അനിൽകുമാറിന്റെ ഭൂമിയാണോ അതോ വഖഫിന്റെ ഭൂമിയാണോ തീരുമാനിക്കുന്നത്? വഖഫാണ്. അതിന് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ 40 എന്ന് പറയുന്ന ഈ അമെൻമെന്റിൽ വന്ന ഒരു സാധനമാണ്. ഇനി പിന്നെ ആ സെക്ഷൻ 85 ആണ് ഈ ട്രിബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, സിവിൽ കോടതി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന സെക്ഷൻ 85 ആണ് ഈ ഇതിന്റെ നമ്മുടെ വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. 2013 മൻമോഹൻ സിംഗ് സർക്കാർ എന്ന സമയത്ത് നേരത്തെ കൊടുത്തത് കൂടാതെ വീണ്ടും ചില പുതിയ അധികാരങ്ങൾ കൊടുത്തു വഖഫ് ബോർഡിന്. ആ അധികാരപ്രകാരം വഖഫിന്റെ ഏതെങ്കിലും ഭൂമിയിൽ ആരെങ്കിലും കയ്യേറി കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കി.
ശരി. ഇപ്പൊ തിരുച്ചെന്തൂർ ഗ്രാമത്തിലായാലും നമ്മുടെ ബീഹാർ എന്ന ഗോവിന്ദപൂരിലായാലും ജനങ്ങൾ ഇതിന്റെ യഥാർത്ഥ അവകാശികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥ അവകാശ ട്രസ്പാസായി ആ ഒരു ട്രസ്റ്റ്, അതായത് സ്വന്തം ഭൂമിയിൽ എത്രയോ അനധികൃതമായി കടന്ന് ജീവിക്കുന്ന ഒരാളായി മാറും. എത്രയോ തലമുറകളായി ജീവിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ എന്തായി മാറുന്നു? നേരത്തെ സാറ് പറഞ്ഞ പോലെ ട്രസ്പാസേഴ്സ് ആയിട്ട് അതിക്രമിച്ച് കടക്കുന്നവരായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു ഘടന, ഈ വഖഫ് ബോർഡിന് ഒരു ഘടനയുണ്ട്. സെൻട്രൽ വഖഫ് ബോർഡിനും മറ്റൊരു ഘടനയുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന 2 മുസ്ലിം അംഗങ്ങൾ, ഒന്ന് ഒരു MLA-യും ഒന്നൊരു MP, അത് രണ്ടും മുസ്ലിം സമുദായത്തിൽ നിന്നാവണം. പിന്നെ ഒരു അഡ്വക്കേറ്റ്, ഒരു ടൗൺ പ്ലാനർ, ഒരു ബുദ്ധിജീവി, മതത്തിന്റെ ബുദ്ധിജീവി, ടൗൺ പ്ലാനറും പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ്, ഇവരെല്ലാവരും മുസ്ലിങ്ങളായി. അപ്പോൾ മൊത്തത്തിൽ മുസ്ലിങ്ങളാണ് ഇതിൽ ഉള്ളത്. അവിടെയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന വഖഫ് ബില്ലിൽ ഒരു ഹിന്ദു വരണം എന്നാവശ്യപ്പെട്ടു, 2 വനിതകൾ വരണം എന്നാവശ്യപ്പെട്ടു. അതാണ് ആ ഭേദഗതിയിലുള്ളത്. ഇതിനെയാണ് KC വേണുഗോപാലും കോൺഗ്രസും കൂട്ടരും ശക്തമായിട്ട് എതിർത്തിട്ട് അവിടെ ഒരു ഹിന്ദു വേണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വം മുസ്ലിം വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് KC ആവശ്യപ്പെട്ട ഈ സാഹചര്യത്തിലാണ്. അതായത് ഒരു സ്ഥാപനത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുക. ഇത് മുസ്ലിങ്ങൾ തന്നെ പറയൂല ഇതൊരു ആരാധനാ കേന്ദ്രമാണെന്ന്. വഖഫ് ബോർഡ് ഒരിക്കലും ആരാധനാ കേന്ദ്രം അല്ല. മാത്രമല്ല, ഒരു അന്യമതസ്ഥനായ ഒരാൾ വരണം ഈ ഇതിനകത്തെന്ന് പറയുന്നതിന് കാരണം എന്ന് പറയുന്നത്, അന്യമതസ്ഥരുടെ ഭൂമി ഇത്തരത്തിൽ വഖഫ് ബോർഡ് അവരുടെയാണെന്ന് അവകാശം ഉന്നയിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഒരു മതവിഭാഗത്തിലുള്ള ഒരാളിന്റെ ന്യായം കൂടി കേൾക്കാനുള്ള ഒരാൾ അവിടെ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ മാത്രമല്ല, ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. പാകിസ്ഥാന്റെ വിസ്തൃതി എത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കും. 9.4 ഏക്കറാണ് ഇന്ത്യയിൽ അവർക്ക് സ്വന്തമായിട്ടുള്ളത്. അല്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇത് പിടിച്ചെടുക്കാനാണ് വിഷയം. അല്ല, അത് ഭാവിയിൽ അങ്ങനെ ആയിക്കൂടാകില്ല. അതൊരു ഭീഷണിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തം ഇന്ത്യൻ റെയിൽവേയാണ്. 2ാമത് പ്രതിരോധ മന്ത്രാലയത്തിലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഭൂമിയുടെ അവകാശികൾ അവരാണ്. 9.4 ഏക്കർ. അതിന്റെ വില ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപ അതിന്റെ വില വരും. അതായത് പിന്നെ നമ്മുടെ ഡൽഹി ഉണ്ടല്ലോ തന്നെ, ഡൽഹിയുടെ മൊത്തം 3.6 ലക്ഷം ചതുരശ്ര ഏക്കറാണ് ഡൽഹി മൊത്തം. ഇവർക്കുള്ളത് 9.4 ഏക്കറാണ്. ഇത് ഇന്ത്യയിൽ മൊത്തമാണ് പറയുന്നത് കണക്ക്. അപ്പോൾ ഇത്രയും ഭൂമി അവർക്ക് ഇവിടെ വന്നു. ഇത്രയും ഭൂമി എന്തായാലും പാകിസ്ഥാൻ വിഭജനം ഉണ്ടായ സമയത്ത് ഉപേക്ഷിച്ച് പോയതല്ലല്ലോ. അല്ലെങ്കിൽ ഇത്രയും ദാനം കൊടുത്ത ദാനത്തിന്റെ തെളിവ് ഉണ്ടാവണമല്ലോ. ഇപ്പൊ ഭേദഗതി ബില്ലിൽ, മോദി സർക്കാരിന്റെ ഭേദഗതി ബില്ലിൽ പറയുന്നത്, നിങ്ങൾ വഖഫ് എന്ന് പറയുന്ന ഭൂമിക്ക് തെളിവ് വേണം. നേരത്തെ പറഞ്ഞാൽ ദാനം കൊടുത്തെങ്കിൽ അതിന് തെളിവ് വേണം. തെളിവില്ലാത്ത ഭൂമിയെ വഖഫായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. 2, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവും. സർക്കാർ കൃത്യമായിട്ട് അതിൽ മോണിറ്റർ ചെയ്യാൻ, അതിൽ ഇടപെടും. ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തണം. ഒരു ഓഡിറ്ററെ വഖഫ് ബോർഡ് വെക്കുന്നത് കൂടാതെ ജില്ലാ ഭരണകൂടത്തിന്റെ ഓഡിറ്റിംഗ് പ്രത്യേകമായിട്ട് നടത്തും. ഈ വരുന്ന വരുമാനം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് സർക്കാർ പരിശോധിക്കും. ഇതൊക്കെയാണ് ഇപ്പൊ ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അനിയന്ത്രിതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇവരെന്തൊക്കെയോ കൈയടക്കി വെച്ചിട്ടുണ്ട് രാജ്യത്ത്. അപ്പൊ ആ കൈയടക്കി വെച്ചതിനൊക്കെ നഷ്ടപ്പെടുന്നുള്ള ഭീതിയിലാണ് ഇപ്പൊ ഈ ഒഴിപ്പിക്കൽ പരിപാടി നടക്കുന്നത്. അതായത് ഒരു പ്രത്യേക പദവി കാശ്മീർ ഉണ്ടായത് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക പദവിയും പ്രത്യേക അവകാശവും രാജ്യത്തിനകത്ത് മറ്റൊരു വിഭാഗത്തിന് വേണ്ട എന്നുള്ളതാണ് പൊതു. തീർച്ചയായിട്ടും. അല്ല, അത് മുസ്ലിം സമൂഹത്തിന് താല്പര്യമില്ലാത്ത ഒരു സാധനമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അവരതിനെതിരാണ്. ഭൂരിപക്ഷം പേർക്കും താല്പര്യമില്ല. കാരണം അതിലെ ചില പ്രമാണിമാരായ മുസ്ലിങ്ങളാണ് ഈ വഖഫ് ബോർഡ് നിയന്ത്രിക്കുന്ന ആളുകൾ. അവരാണ് ഈ ഭൂമിയെ വിനിയോഗം ചെയ്യുന്നത്. ഈ സമ്പത്തിനെ എങ്ങനെ വിനിയോഗം ചെയ്യുന്നത് അവരാണ് തീരുമാനിക്കുന്നത്. പാവപ്പെട്ട മുസ്ലിം ഞാൻ ചോദിക്കട്ടെ, 9.4 ഏക്കർ ഭൂമിയുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പട്ടിണിടക്കേണ്ടി വരില്ലല്ലോ. അവർ നല്ല ജീവൻ നയിക്കണ്ടേ ഇതിന്റെ പിന്നെ വരുമാനം ഉപയോഗിച്ചിട്ട്? ചെയ്യുന്നുണ്ടോ? ആ സമൂഹത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഈ ഏറ്റവും ഒടുവിലത്തെ അത് അത്യാവശ്യമാണ്. അതെ, അത് ഓഡിറ്റ് ചെയ്യുകയും അത് പിന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരികയും തെളിവില്ലാതെ ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ പോയി ഈ ഗ്രാമങ്ങളെല്ലാം ഒഴിഞ്ഞു പോയത് നമ്മുടെയാണെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, തെളിവില്ലാതെ, അതൊക്കെ നിയന്ത്രിക്കപ്പെടും. അതിനെ ആരും ന്യായീകരിക്കില്ല എന്നുള്ളതാണ്. ഒരു മതവിഭാഗക്കാരും ന്യായീകരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പൊ ന്യായീകരിക്കില്ലെന്ന് മാത്രമല്ല, അവര് തന്നെ ഇപ്പൊ ഭീഷണിയിലാണ്. ആണ് ജയ്പൂരിന്റെ ഉദാഹരണം പറഞ്ഞത്. അതെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ ഭൂമി വലിയ ഒരു വഖഫെന്ന് പ്രഖ്യാപിക്കുക. അപ്പൊ നോക്കോളൂ, ഇവിടെ പിന്നെ ഇടപെടുന്ന എന്താ, ഒരു സമ്പന്ന അധികാര വർഗമുണ്ട് ഇതിനകത്ത്. അവരാണ് ഇതിന്റെ എല്ലാം സംഘാടകരും ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവിടെ നിയന്ത്രണം വരുമെന്ന് പറയുമ്പോഴാണ് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് പൊള്ളുന്നത്. കോൺഗ്രസ് ഒരിക്കലും പാവങ്ങളുടെ കൂടെ അല്ലല്ലോ. അവരെപ്പോഴും സമൂഹത്തിലെ ഈ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രമാണിമാരുടെ കൂടെയാണ് എപ്പോഴും കോൺഗ്രസ്. ആ പ്രമാണിത്വമാണ് KC വേണുഗോപാലിന്റെ വർത്തമാനത്തിൽ കൂടി വെളിയിൽ വന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നത് വൻ രാജ്യദ്രോഹമാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തുന്നതിന്. കാര്യം വിഭജനം സൃഷ്ടിച്ച് എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാം എന്ന് നോക്കണം. പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താ? ഇതാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരായ ഒരു മനുഷ്യർക്കും അറിയാനുണ്ടാവില്ല എന്താണ് ഈ വഖഫ്. പക്ഷെ ഇപ്പൊ എല്ലാവരും അറിയുന്നു, ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നു. എന്താ കാര്യം എന്നറിയോ?
ഒരു അപകടം മനസ്സിലാക്കും. അതെ, ഇപ്പൊ JPC പോയിരിക്കുന്ന ഈ ബില്ല് നാളെ നിയമമായി വന്നു കഴിഞ്ഞാൽ ഇവരിതിനെല്ലാം തെളിവ് അഴിച്ചേക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവർ ഓടി നടന്ന് നിങ്ങൾ 30 ദിവസത്തിനകത്ത് വെക്കേറ്റ് ചെയ്യണം, 10 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം പരമാവധി എന്ത് ചെയ്യുക, തങ്ങളിലേക്ക് അങ്ങ് മാറ്റുക. വെകിളി പിടിച്ചോടുകയാണ് വഖഫ് ബോർഡുകൾ രാജ്യത്തുള്ള. അതാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും പുതിയൊരു വിഷയം എന്ന് പറയുന്നത്. താമസിയാതെ അത് സോർട്ട് ഔട്ട് ചെയ്യപ്പെടും. അതെ.